ധീരജ് രാജേന്ദ്രന്റെ 4ാമത് രക്തസാക്ഷി ദിനാചരണം നടത്തി. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്ന ധീരജിനെ 2022 ജനുവരി 10-നാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയത് എന്നാണ് കേസ്. കേസിൽ വിചാരണ തുടരുകയാണ്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തിയതോടുകൂടി രക്തസാക്ഷി ദിനാചരണ പരിപാടിക്ക് തുടക്കമായി. തുടർന്ന് ചെറുതോണി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ വിദ്യാർത്ഥികളും ബഹുജനങ്ങളും അണിനിരന്നു. അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാവരും രാഷ്ട്രീയം പറയണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഞങ്ങളും രാഷ്ട്രീയം പറയുകയാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് ഈ കേരളത്തിനകത്തെ യുവതലമുറയോട് രാഷ്ട്രീയം സംബന്ധിച്ച് രാഷ്ട്രീയത്താൽ ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ സംഘടിപ്പിച്ച് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി പരിണാമപ്പെട്ട് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ സമരമുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട്, ഞങ്ങൾ നടത്തുന്ന സമരങ്ങളോട് രാഷ്ട്രീയമായി പ്രതികരിക്കാനുള്ള കെൽപ്പ്, രാഷ്ട്രീയമായി പ്രതികരിക്കാനുള്ള പക്വത എന്തുകൊണ്ടാണ് ഈ കേരളത്തിനകത്തെ KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക്, അവരെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇല്ലാതായി പോകുന്നതെന്ന് ഈ കേരളത്തിനകത്തെ മനുഷ്യർ നിരന്തരമായി ചോദിക്കേണ്ട ചോദ്യമാണ്. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് അധ്യക്ഷനായിരുന്നു. MM മണി MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം KG സത്യൻ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം ടോണി കുര്യാക്കോസ്, ജില്ലാ സെക്രട്ടറി സജീവ് സഹദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അപ്സര ആന്റണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അഖിൽ ബാബു, MS ഗൗതം, അരുൺകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോയൽ ജോസ്, അനൂപ് K ഫിറോസ് എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.